27 നക്ഷത്രക്കാർക്കും പൊതുഫലമുണ്ട്. ഇങ്ങനെയാണെങ്കിലും ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ചില പൊതുഫലങ്ങൾ പറയുന്നു. വിവാഹം എന്നത് ചിലരെ സംബന്ധിച്ചെങ്കിലും ജീവിതത്തിലെ പ്രധാന കാര്യം തന്നെയാകാം. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾക്ക് പ്രണയവിവാഹത്തിന് സാധ്യത ഏറെയാണ്. ഇത്തരം നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം ഇത്തരത്തിലൊന്നാണ്. ഇവർ പൊതുവെ ചതിക്കാത്തവരാണ്, നല്ല മനസ്സുള്ളവരുമാണ്. ദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് പൊതുഫലപ്രകാരം പ്രണയവിവാഹ സാധ്യത കൂടുതലാണ്. ജാതകപ്രകാരം വ്യത്യാസം വരാമെങ്കിലും ഇത് പൊതുഫലമാണ്. ഇനി അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രത്തിലും ഇത്തരത്തിൽ പ്രണയവിവാഹമാണ് പറയുന്നത്. ഇവർ പൊതുവെ സ്വന്തമായി തീരുമാനമെടുക്കുവാനും അത് നടപ്പാക്കാനും കഴിയുന്നവരാണ്. ഇനി അടുത്ത നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്രമാണ് ഈ ഗണത്തിൽപ്പെട്ട മറ്റൊന്ന്. പൊതുഫലപ്രകാരം ഇവർക്കും പ്രണയവിവാഹത്തിന് സാധ്യത ഏറെയാണ്. ജാതകപ്രകാരം നോക്കിയാൽ ഇതിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മകയിരം നക്ഷത്രത്തിനും ആലോചിച്ചുറപ്പിച്ചുള്ള വിവാഹത്തെക്കാൾ പ്രണയവിവാഹത്തിനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. തിരുവാതിരയാണ് പ്രണയവിവാഹ ഗണത്തിൽപ്പെടുന്ന മറ്റൊരു നക്ഷത്രം. ഇവർക്ക് പ്രണയവിവാഹ സാധ്യത ഏറെയാണ്. ജാതകപ്രകാരം വ്യത്യാസമുണ്ടാകാമെങ്കിലും പൊതുഫലപ്രകാരം പ്രണയവിവാഹ സാധ്യതയുള്ള നക്ഷത്രമാണ്. അടുത്ത നക്ഷത്രം പൂരം. പൂരം നക്ഷത്രം സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുവാനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നിക്കുന്ന നാളുകാർ കൂടിയാണ് ഇവർ. പ്രണയവിവാഹം മാത്രമല്ല, പ്രണയിച്ചാലും വിവാഹത്തിൽ എത്താത്ത സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുള്ളവരും ഈ നക്ഷത്രപ്രകാരം വരുന്നു. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രം പൊതുവെ വാശി കൂടുതലുള്ളവരാണ്. ചില കാര്യങ്ങൾ നേടണമെന്ന് കരുതിയാൽ അത് നേടുന്നവരാണ്. എന്നാൽ ഇത്തരം വാശി കാരണം ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും വന്നേക്കാം. ഇവർക്കും സാധ്യത കൂടുതൽ പ്രണയവിവാഹത്തിന് എന്ന് തന്നെ പറയാം. പ്രണയവിവാഹം കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രം കൂടിയാണിത്. അടുത്ത നക്ഷത്രം ചോതി. ചോതി നക്ഷത്രക്കാർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഏറെ ആഗ്രഹിക്കുന്നവരും ഇതിനായി പ്രവർത്തിക്കുന്നവരുമാണ്. അതേസമയം തിരക്കിട്ട കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുള്ളവരുമാണ്. ഇവർക്കും പ്രണയവിവാഹമാണ് കൂടുതൽ സാധ്യതയുള്ളതായി പറയുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹത്തിന് സാധ്യത കൂടുതലാണ്. ഓരോ വ്യക്തിയുടെ ജനന സമയപ്രകാരം വ്യത്യാസമാകാമെങ്കിലും ഇവർക്കും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹ സാധ്യത ഒരു പടി കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. അടുത്ത നക്ഷത്രം ചതയം. ചതയം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹ സാധ്യത കൂടുതലാണ്. ഇവർ അല്പം മുൻകോപികളുമാണ്. അടുത്ത നക്ഷത്രം അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹ സാധ്യത കൂടുതലാണ്. ഇവിടെ പരാമർശിക്കുന്നത് പൊതുഫലമാണ്. ഓരോരുത്തരുടെ ജാതക ജനന സമയപ്രകാരം ഇതിൽ വ്യത്യാസവും വരാം. മാത്രമല്ല, ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് ആലോചിച്ചുറപ്പിച്ചുള്ള വിവാഹമാണ് നടക്കുക എന്നൊന്നുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രണയവിവാഹ സാധ്യതയാണ് കൂടുതൽ എന്ന് മാത്രം.